നമസ്കാരം. NSG ബിൽഡേഴ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റുമായി ബന്ധപ്പെട്ടാണ്. എന്നെ ഒരുപാട് പേർ വിളിച്ച് അന്വേഷിക്കാറുണ്ട്, ഇപ്പോൾ വീടെടുക്കണമെങ്കിൽ സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാണ് ചെലവാണ്. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, അങ്ങനെ നമുക്ക് സ്ക്വയർ ഫീറ്റ് ഇത്രയാവും പറയാൻ പറ്റില്ല. അത് പ്ലാൻ ആക്കാതെ, പ്ലാൻ കാണാതെ അതിലെന്തൊക്കെ സംഗതികൾ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതിന്റെ എസ്റ്റിമേറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് സ്ക്വയർ ഫീറ്റ് ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഇത്ര പൈസ എന്ന് പറയാൻ പറ്റൂ. ഏകദേശം ഒരു ഉദാഹരണം പറയാം. ഇവിടെ രണ്ട് പ്ലാൻ കൊടുത്തിട്ടുണ്ട്. 13 മീറ്റർ നീളം, 10 മീറ്റർ വീതിയുള്ള ഒരു പ്ലാൻ. അതായത് 13x10, അതായത് ഈ തറ, ഇത് നമുക്ക് തറയായി കണക്കാക്കാം. ഈ തറയുടെ പുറം അളവ് ഈ ഏരിയയാണ് നമ്മൾ സ്ക്വയർ ഫീറ്റായി കണക്കാക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ എത്ര റൂമാൽ എന്ത് വന്നു കഴിഞ്ഞാലും അത് സ്ക്വയർ ഫീറ്റ് ബാധിക്കില്ല. പുറം അളവ് 13 മീറ്റർ നീളം, 10 മീറ്റർ വീതി. ഇതാണ് ഏരിയ. ഈ ഏരിയയാണ് സ്ക്വയർ ഫീറ്റ് ആക്കി കണക്കാക്കുന്നത്. 13 മീറ്റർ നീളം ഇൻറ്റു 10 മീറ്റർ വീതി. ഇത് ഗുണിച്ച് ഇത് മീറ്റർ ആയതുകൊണ്ട് അതിനെ ഗുണിച്ച് സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇത് 13 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുള്ള ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് വന്ന് 1398 സ്ക്വയർ ഫീറ്റ് വരിക. അതുപോലെ തന്നെയാണ് 13 മീറ്റർ നീളം, 10 മീറ്റർ വീതി. ഈ വീടിന്റെ ഏരിയ സെയിം 1398 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ വീട്ടിൽ എന്തൊക്കെ കൊടുത്തിട്ട് നോക്കാം. സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഹാൾ, ഒരു ഫോർമൽ ലിവിംഗ്, ഒരു ഡൈനിങ്, ഒരു ബെഡ്റൂം, അറ്റാച്ച് ബാത്റൂം, മറ്റൊരു ബെഡ്റൂം, അറ്റാച്ച് ബാത്റൂം, ഒരു സ്റ്റെയർ റൂം, കിച്ചൺ, വർക്ക് ഏരിയ. അപ്പോൾ ഇതിന് എങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നത് വെച്ചാൽ, നമുക്ക് ഈ വീട് പ്ലാൻ തയ്യാറാക്കിയാൽ നമ്മൾ ഇതിന്റെ മൊത്തത്തിൽ എസ്റ്റിമേറ്റ് ആക്കും. ഫിനിഷിംഗ് പണി വരെയുള്ള എസ്റ്റിമേറ്റ് അത് വീട്ടുടമസ്ഥരുമായി ഇരുന്ന് സംസാരിച്ച് അതിൽ എത്ര റേറ്റിന് ടൈൽസ് വെക്കണം, അങ്ങനെ ഓരോ ക്ലോസറ്റ് എത്ര പൈസ ഇടവേണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ ബൈ ആയിട്ട് അറിഞ്ഞുകൊണ്ട് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. ആ എസ്റ്റിമേറ്റിൽ ഒരു 30 ലക്ഷം രൂപ, ഇത് ഫിനിഷ് ചെയ്യാൻ 30 ലക്ഷം രൂപ വേണം വരിക. അപ്പൊ 30 ലക്ഷത്തിന് ഈ 1398 ഹരിച്ചാൽ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ്, ഈ വീട് നിർമ്മിക്കാൻ ഒരു സ്ക്വയർ ഫീറ്റിന് 2145 രൂപയാവും. ഈ വീടിന് 2145 രൂപ സ്ക്വയർ ഫീറ്റ് പൈസ വരും ഒരു സ്ക്വയർ ഫീറ്റിന് ഇത് ഫിനിഷ് ചെയ്യണമെങ്കിൽ. അപ്പൊ നമുക്ക് ഈ പ്ലാൻ നോക്കാം. ഇതേ ഏരിയയുള്ള പ്ലാനാണ് 1398 സ്ക്വയർ ഫീറ്റ്. ഇതിൽ എന്തൊക്കെ കൊടുത്തിന്? സിറ്റ് ഔട്ട്, ഒരു ഹാൾ, ഇവിടെ ഒരു ഫോർമൽ ലിവിംഗ്, ഒരു ഡൈനിങ് ഉണ്ട്, ഇവിടെ ഒരു ബെഡ്റൂമിന് അറ്റാച്ച് ബാത്റൂം, ഇവിടെ മറ്റൊരു ബാത്റൂം, ഇവിടെ ഒരു കോർട്ട്യാർഡ്, ഇവിടെ മറ്റൊരു ബെഡ്റൂം, അതിനൊരു അറ്റാച്ച് ബാത്റൂം, ഇവിടെ മറ്റൊരു ബെഡ്റൂം, അറ്റാച്ച് ബാത്റൂം, കിച്ചൺ, വർക്ക് ഏരിയ. ഈ 2 സ്ക്വയർ ഫീറ്റ് മാറിയില്ല. പക്ഷെ നമുക്ക് ഈ വീട്ടിൽ ഒരുപാട് സംഗതികൾ അധികമുണ്ട്. ഒരു ബെഡ്റൂം അധികമുണ്ട്, 2 ബാത്റൂം അധികമുണ്ട്, ഒരു കോർട്ട്യാർഡ് അധികമുണ്ട്. അപ്പോൾ ഇതിന് പൈസ അധികം വരും. സ്ക്വയർ ഫീറ്റ് മാറൂല, പക്ഷെ ഈ വീടിന് പൈസ അധികം വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിലധികം വരുന്ന ബെഡ്റൂമിന്റെ ചുമര്, അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ തറ, അതിന്റെ ചുമര്, അതിന്റെ ഇലക്ട്രിക്കൽ വർക്ക്, അതിന്റെ പ്ലാസ്റ്റിക്, അതിന്റെ പെയിന്റ്, അതുപോലെ വരുന്ന ചുമരൊക്കെ പൈസ കൂടും. അപ്പൊ നമ്മൾ എന്തുകൊണ്ടെടുക്കും? ഈ പ്ലാനിന്റെ ഇത്രയും കാര്യങ്ങളാണ് ഈ വീട്ടുടമസ്ഥന് വേണ്ടത്. അപ്പൊ നമ്മൾ ഈ പ്ലാൻ തയ്യാറാക്കി ഇതിനെ കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് എടുക്കും. ആ എസ്റ്റിമേറ്റ് എടുത്തിട്ട് നമ്മൾ അപ്പൊ ഈ വീട് ഫിനിഷ് ചെയ്യണമെങ്കിൽ 38 ലക്ഷം വേണം. ഇതേ സ്ക്വയർ ഫീറ്റ് വീട് ഇവിടെയുണ്ട്, അത് ഫിനിഷ് ചെയ്യാൻ 30 ലക്ഷം വേണം. അപ്പൊ നമ്മൾ ഈ വീട് ഫിനിഷ് ചെയ്യേണ്ട എസ്റ്റിമേറ്റ് റേറ്റ് ആയ 38 ലക്ഷത്തിന് ഇതിന്റെ സ്ക്വയർ ഫീറ്റോട്ട് ഹരിക്കുക. അതായത് 1398 സ്ക്വയർ ഫീറ്റായി ഈ വീട് വരുന്നത്. അതിനോട് ഹരിച്ചാൽ 38 ലക്ഷത്തിന് ഹരിച്ചാൽ 2718 രൂപ ഒരു സ്ക്വയർ ഫീറ്റ് മേലെ വരും ഈ വീട്. പക്ഷെ ഈ വീടിന്റെ രണ്ടിനും വ്യത്യാസം മനസ്സിലായി സ്ക്വയർ ഫീറ്റ്. അപ്പൊ സ്ക്വയർ ഫീറ്റ് ഇത്ര പൈസ മുൻകൂട്ടി പറയാൻ പറ്റൂല. ഈ വീട് 1398 സ്ക്വയർ ഫീറ്റ്, ഈ വീടും 1398 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഈ വീട് നിർമ്മിക്കാൻ സ്ക്വയർ ഫീറ്റിന് 2145 രൂപയെ ഒരു സ്ക്വയർ ഫീറ്റ് വരുന്നുള്ളൂ. നേരെ മറിച്ച് അതേ സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതും. അപ്പൊ ഈ വീടിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് വർക്ക് നടക്കണമെങ്കിൽ 2718 രൂപ, അതായത് ഇതിനേക്കാൾ ജാസ്തി പൈസ ഈ വീട് കിട്ടുമ്പോൾ വരും. അപ്പൊ നമുക്ക് വീട്ടിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ, എന്തെല്ലാം കൊള്ളിക്കണം എന്നതനുസരിച്ചിട്ടാണ് സ്ക്വയർ ഫീറ്റിൽ വ്യത്യാസം ഉണ്ടോ. അപ്പൊ ഒരേ വീടിന്റെ അധികം വേണ്ട ഒരാളെ വീട് മറ്റൊരാൾക്ക് അത്ര വേണ്ട. അപ്പൊ ആ അധികം വേണ്ടുന്ന ആളെ വീടിന്റെ സ്ക്വയർ ഫീറ്റിന്റെ പൈസ ഇയാൾക്കാവില്ല. അപ്പൊ എന്ത് വേണം? സ്ക്വയർ ഫീറ്റിന്റെ പൈസ എത്രയാവുമെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല, ഒരു ആവറേജ് പറയാൻ പറ്റും നമുക്ക്. അല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് ഇത്ര എടുക്കാം. ചില ആൾ പറയും ഞാൻ ഇത്ര ചെറിയ പൈസ എടുക്കാം,
അല്ലെങ്കിൽ പിന്നെ മറ്റൊരാൾ കുറച്ച് കൂടി വേറൊരാൾ മൂന്നാമതൊരാളേക്കും അയാൾ അതിനേക്കാൾ കുറച്ച് പറയും, ഞാൻ ഇത്ര പൈസ എടുക്കാന്ന് പറയാം. അപ്പൊ അങ്ങനെ കൊടുത്താൽ നിങ്ങളുടെ പണി അവതാളത്തിലാവും. കാരണം അവർക്ക് ഒരിക്കലും മുൻകൂട്ടി ഇതിനറിയുന്നവർക്ക് ഒരിക്കലും മുൻകൂട്ടി സ്ക്വയർ ഫീറ്റ് ഇത്ര പറയാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത്. അപ്പൊ പണി വഴിക്കാവും, അതുപോലെ പണിയിൽ പല കള്ളത്തരങ്ങളും വരും, നിങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ മാത്രം പണി ഏൽപ്പിക്കുക. കറക്റ്റ് ഇരുന്ന് പ്ലാനിൽ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടെന്ന് ചർച്ച ചെയ്ത് അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ കറക്റ്റ് ഡീറ്റെയിൽ മേടിച്ച് വേണം എഗ്രിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട എന്ത് സംശയത്തിനും വിളിക്കുക. അതുപോലെ തന്നെ നമ്മളെ ബന്ധപ്പെട്ടാൽ നമ്മളും വീട് നിർമ്മിച്ച് നൽകുന്നതാണ്. ഈ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ.